അനന്തകൃഷ്ണൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അതുപോലെയുള്ള ആളുകൾ വന്നിരുന്ന് ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, എത്ര രൂപയ്ക്ക് കൺസെഷൻ കിട്ടും, എത്ര രൂപയാണ് കമ്മീഷൻ കൊടുക്കുക, എങ്ങനെയാണ് ചെയ്യുക മുതലായ കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലീഗാലിറ്റി അനുസരിച്ച് കരാർ തയ്യാറാക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ കരാറുകൾ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ രാധാകൃഷ്ണനെ ഒരുപാട് തവണ അനന്തുവിൻ്റെ ഫ്ലാറ്റിൽ കണ്ടിട്ടുണ്ട്. അവരുടെ ബിസിനസ് ഞാൻ സംസാരിച്ചിട്ടില്ല, ഞാൻ അവരുടെ എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല. കാരണം ഈ രാധാകൃഷ്ണൻ്റെ പ്രോജക്റ്റുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ എഗ്രിമെൻറ്റുകൾ വയ്ക്കുന്ന കാര്യം അനന്തു എന്നോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ രാധാകൃഷ്ണനുമായി വലിയ സംഖ്യയുടെ ഇടപാടുണ്ടായിരുന്നു. ധാരാളം രൂപ എന്താ പറയുക, സൈൻ എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് മുഖാന്തിരം രാധാകൃഷ്ണൻ അനന്തുവിൻ്റെ കമ്പനിയുമായി ബിസിനസ് ചെയ്യുകയും തിരിച്ച് അതിൻ്റെ ഇടപാടുകൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് വളരെ ഫെയറായിരുന്നു, ലീഗലായിരുന്നു.